Hi dears, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദി തിയറി ഓഫ് കോൺഗ്രുവൻസസ് എന്നുള്ള ചാപ്റ്ററിലെ ലിറ്റിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ആയിരുന്നു. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ലെറ്റ് p be a prime number and a any integer such that p does not divide a, then a raised to p minus 1 is divisible by p, that is a raised to p minus 1 is congruent to 1 mod p എന്നുള്ളത് ഈ ഒരു റിസൾട്ട് ആണ്. പി എന്ന് പറയുന്നത് പ്രൈം, എ എന്ന് പറയുന്നത് പി ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഇൻറ്റിജർ അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് പി എന്നുള്ളതായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഇമീഡിയറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യുന്ന രണ്ട് കൊറോളറീസും കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പി ഒരു പ്രൈം നമ്പർ ആണ് എങ്കിൽ എ എന്നുള്ളത് പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ഒരു ഇൻറ്റിജറും ആണ് എങ്കിൽ എ റൈസ് ടു പി മൈനസ് 2 എന്ന് പറയുന്നത് എ എന്നുള്ള നമ്പറിന്റെ ഇൻവേഴ്സ് ആയിരിക്കും, ഇൻവേഴ്സ് മോഡുലോ പി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഒരു റിസൾട്ട് പറഞ്ഞു. അതേപോലെ തന്നെ പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറും എ എന്ന് പറയുന്നത് പിയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എനെ പി ഡിവൈഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻറ്റിജറും ആണ് എങ്കിൽ ax is congruent to b mod p എന്നുള്ളതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് a raised to p minus 2 b mod p ആണ് എന്നുള്ള റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊറോളറി എന്നുള്ളത് if p is a prime number and a is any number, then a raised to p minus a is divisible by p, that is a raised to p is congruent to a mod p എന്നുള്ളതാണ്. p എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ്, a എന്ന് പറയുന്നത് is any number. റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നോ p ഡിവൈഡ് ചെയ്യാത്തതാണോ എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ a raised to p minus a is divisible by p എന്നുള്ളതാണ് റിസൾട്ട്. That is a raised to p is congruent to a mod p. അപ്പോൾ ഇതിന്റെ പ്രൂഫും വളരെ സിമ്പിൾ ആണ്. If a is prime to p, then p does not divide a. Therefore Fermat's theorem says that a raised to p minus 1 is congruent to 1 mod p. Okay. When the congruence is multiplied by a, we get a raised to p is congruent to a mod p. ഓക്കെ, അപ്പോൾ എ എന്നുള്ളത് പി ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ് എങ്കിൽ എ എന്ന് പറയുന്നത് പിനെ ഡിവൈഡ് ഇഫ് എ is prime to p, that is if a and p are relatively prime, or that means p does not divides a, then by Fermat's theorem a raised to p minus 1 is congruent to 1 mod p. Then when we are multiplying both sides by a, we will get a raised to p is congruent to a mod p. Now the second case, if a is not prime to p, then p divides a, that is a equal to a multiple of p. Hence a raised to p minus a should be a multiple of p. A is a multiple of p, therefore a raised to p should be a multiple of p. A raised to p minus a should be a multiple of p. Therefore a raised to p is congruent to a mod p. In both the cases we are getting the result that a raised to p is congruent to a mod p. Okay, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇഫ് p is a prime and a is any number, then a raised to p is congruent to a mod p എന്നുള്ളത് ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, നമുക്ക് വീണ്ടും ആവശ്യമുള്ള റിസൾട്ട് ആണ്. നെക്സ്റ്റ് റിസൾട്ട്, ഇഫ് p is an odd prime and a is a prime to p, a is relatively prime to p, then a raised to p minus 1 divided by 2 is congruent to plus or minus 1 mod p എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. p എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, a എന്നുള്ളത് പിയോട് റിലേറ്റീവ്ലി പ്രൈമും ആണ്. അങ്ങനെയാണെങ്കിൽ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം പ്രകാരം a raised to p minus 1 is congruent to 1 mod p എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ് എങ്കിൽ, p എന്ന് പറയുന്നത് 2 അല്ലാത്ത ഒരു പ്രൈം നമ്പർ ആണ് എങ്കിൽ p minus 1 എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ p minus 1/2 എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് we can say that a raised to p minus 1 minus 1 is congruent to 0 mod p എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ which implies that a raised to p minus 1 is a multiple of a raised to p minus 1 minus 1 is a multiple of p എന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് പറയാൻ ഇനി നമ്മൾ പറഞ്ഞു പി മൈനസ് വൺ എന്നുള്ളത് ഒരു ഇന്റിജർ ആണ്, ഒരു ഈവൺ നമ്പർ ആയിരിക്കും. therefore പി മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എ റൈസ് ടു പി മൈനസ് വൺ മൈനസ് വൺ എന്നുള്ളതിനെ നമുക്ക് എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ഇൻറ്റു എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു മൈനസ് വൺ എന്നുള്ള ഫോമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ എടുത്തിട്ടുള്ളത്. എ റൈസ് ടു പി മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ഇൻറ്റു എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ is a multiple of p എന്നുള്ള ഫോമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്നുള്ളത് പിയുടെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ either a is a multiple of p or b is a multiple of p. So either p minus 1 by 2 a raised to p minus 1 by 2 minus 1 എന്ന് പറയുന്നത് പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ a raised to p minus 1 by 2 plus 1 എന്നുള്ളത് പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസ് ആണ് വരുന്നത് എങ്കിൽ എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു ഈസ് കോൺഗ്രുവന്റ് ടു വൺ മോഡ് പി എന്ന് പറയാൻ പറ്റും എന്നുള്ള ഫോമിൽ വരും. രണ്ടാമത്തതാണ് വരുന്നത് എങ്കിൽ എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു ഈസ് കോൺഗ്രുവന്റ് ടു മൈനസ് വൺ മോഡ് പി എന്നുള്ളത് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ റൈസ് ടു പി മൈനസ് വൺ ബൈ ടു ഈസ് കോൺഗ്രുവന്റ് ടു പ്ലസ് ഓർ മൈനസ് വൺ മോഡ് പി. നെക്സ്റ്റ് corollary, if p and q are distinct primes and a is any positive integer with a raised to p is congruent to a mod q and a raised to q is congruent to a mod p, then a raised to pq is congruent to a mod pq. അപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കൊറോളറിയിൽ 6.3 നമ്മൾ പറഞ്ഞു p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറും a എന്ന് പറയുന്നത് ഏതൊരു ഇന്റിജറും ആണ് എങ്കിൽ a raised to p is congruent to എ മോഡ് പി എന്നുള്ള ഒരു റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എ എന്നുള്ളതിന്റെ സ്ഥാനത്ത് എ റൈസ് ടു ക്യൂ എന്നുള്ളത് എടുക്കുക, എയുടെ സ്ഥാനത്ത് എ റൈസ് ടു ക്യൂ എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എ റൈസ് ടു ക്യൂ ഹോൾ റൈസ് ടു പി ഈസ് കോൺഗ്രുവന്റ് ടു എ റൈസ് ടു ക്യൂ മോഡ് പി എന്നുള്ളത് കിട്ടും. ഇഫ് പി ഇസ് എ പ്രൈം നമ്പർ then by the corollary we get a raised to q whole raised to p is congruent to a raised to q mod p, that is a raised to pq is congruent to a raised to q mod p. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു റിസൾട്ട് a raised to q is congruent to a, ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 നും ഇതിനെ 2 നും കൊടുക്കുകയാണെങ്കിൽ by 2 we get a raised to q is congruent to a mod p. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക, ഇക്വേഷൻ 4 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 3ഉം 4ഉം കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് a raised to pq is a raised to pq q പവർ തന്നെയാണ് വരുന്നത്. a raised to pq is congruent to a raised to q mod p and a raised to q is congruent to a mod p. So we will get a raised to pq is congruent to a mod p എന്ന് കിട്ടി. ഇപ്പൊ which implies p divides a raised to pq minus a. put it as a എന്ന് കൊടുക്കുക. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ കിട്ടി, ഇതിനെ നമ്മൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മളിവിടെ ഫസ്റ്റ് എടുത്ത ഈ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, എ റൈസ് ടു പി ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് പി എന്ന് എടുത്തല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്റെ സ്ഥാനത്ത് എ റൈസ് ടു ക്യൂ ആണ് എടുത്തത്. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എ ഈസ് കോൺഗ്രുവന്റ് ടു എ റൈസ് ടു ക്യൂ ഈസ് കോൺഗ്രുവന്റ് ടു എ മോഡ് ക്യൂ എന്നുള്ള റിസൾട്ട് എടുക്കാം. a raised to q is congruent to a mod q എന്ന് നമുക്ക് എടുക്കാൻ പറ്റും by the corollary 6.3. നമ്മളിവിടെ a raised to p is congruent to, ഇപ്പോൾ ഇവിടെ നമ്മുടെ a raised to p is congruent to a mod
p എന്ന് എടുത്ത പോലെ തന്നെ നമുക്ക് a raised to q is congruent to a mod q എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ a എന്നുള്ളതിന്റെ സ്ഥാനത്ത് a raised to p എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക a raised to p whole raised to q is congruent to a raised to q mod q എന്ന് കിട്ടും. ഇനി നമ്മൾ കഴിഞ്ഞ കേസിൽ എടുത്ത പോലെ തന്നെ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 നമ്മൾ ഇക്വേഷൻ 1 എടുത്തത് നോക്കൂ. ഇക്വേഷൻ 1 കിട്ടിയത് a raised to p is congruent to a mod q എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ കിട്ടിയത് a raised to pq is congruent to a raised to p mod q എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നമ്പർ 5 ഒക്കെ കൊടുത്ത് ഇതിനെ കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 1ഉം 5ഉം കൂടെ കമ്പയർ ചെയ്യാം. ഇക്വേഷൻ 1ഉം 5ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a raised to pq is congruent to a raised to pq is congruent to a mod q എന്ന് നമുക്ക് കിട്ടും, which implies q divides a raised to pq minus a. Put it as equation number b. Now from a and b, from equation a and b, p divides a raised to pq minus a and q divides a raised to pq minus a, which implies pq ഇവരുടെ പ്രോഡക്റ്റ് രണ്ട് എയും പിയും ക്യൂവും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അവ ഓരോന്നും a raised to pq minus a എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് pq എന്നുള്ളതും a raised to pq minus a എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യും, which implies a raised to pq is congruent to a mod pq എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു റിമാർക്ക് ഇവിടെ തന്നിട്ടുള്ളത് റിമാർക്ക് 2. ദി കോൺവേഴ്സ് ഓഫ് ദി ഫെർമാറ്റ്സ് തിയറം നീഡ് നോട്ട് ബി ട്രൂ. നമ്മൾ വിൽസൺസ് തിയറത്തിന്റെ കോൺവേഴ്സ് ട്രൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫെർമാറ്റ്സ് തിയറത്തിന്റെ കോൺവേഴ്സ് ട്രൂ ആണെന്നില്ല. അതായത് a raised to n minus 1 is congruent to 1 mod n എന്നുള്ള ഫോമിൽ വരുന്നുണ്ട് എങ്കിൽ n എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ തന്നെ ആവണമെന്നില്ല, കോമ്പോസിറ്റ് നമ്പറും വരുന്നത് പോസിബിൾ ആണ്. അപ്പോൾ അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. n equal to 341, a equal to 2 എന്നുള്ള കേസ് വരുന്ന സമയത്ത് റിസൾട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, പക്ഷേ 341 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ അല്ല. നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള പ്രോബ്ലംസിലേക്ക് പോവാം. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 24 raised to 1947 is divided by 70. ഇതേപോലെയുള്ള പ്രോബ്ലംസ് ആണ് എക്സാമിന് മിക്കവാറും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 24 whole raised to 1947 is divided by 70. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം 27 എന്നുള്ളതിനെ നമുക്ക് 24 എന്നുള്ളതിനെ നമുക്ക് 17 plus 7 എന്നുള്ള ഫോമിൽ എഴുതാം. 24നെ നമുക്ക് 17 plus 7 എന്നുള്ള ഫോമിൽ എഴുതാം. So therefore 24 is congruent to 7 mod 17. 24 equal to 17 plus 7, therefore 24 is congruent to 7 mod 17. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ഹോൾ റേസ് ടു 1947 എടുക്കുക. ഇവിടെയും നമുക്ക് 1947 എടുക്കാം. Therefore 24 whole raised to 1947 is congruent to 7 whole raised to 1947. ഇനി നമുക്ക് നോക്കാം 1947 എന്നുള്ളതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നമുക്കറിയാവുന്നത് ലിറ്റിൽ ഫെർമാറ്റ്സ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാവുന്നത് a raised to p minus 1 is congruent to 1 mod p എന്നുള്ള റിസൾട്ടാണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ p എന്നുള്ളതിനെ നമ്മൾ 17 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a raised to 16 is congruent to 1 mod p എന്നുള്ള ഫോമിൽ 1 mod 17 എന്നുള്ള റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1947 എന്നുള്ളതിനെ ഫാക്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 121 എന്നുള്ളത് ഫാക്ടർ ആയിട്ടും റിമൈൻഡർ ആയിട്ട് 11 ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 7 raised to 16 into 121 plus 11. So which is equal to 7 raised to 16 whole raised to 121 into 7 raised to 11, which is congruent to 1 raised to 121 into 7 raised to 11 mod 7. Okay, that is 7 raised to 11 mod 17 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 49 is congruent to 49നെ നമുക്ക് 3 into 17 minus 2 എന്ന് എഴുതാം. So 7 square is congruent to minus 2 mod 17. അപ്പോൾ
7^11 എന്നുള്ളതിന് -2 whole raised to 5 into 7 mod 17 എന്നുള്ള ഫോമിൽ എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 14 mod 17 എന്നുള്ള ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ 24 raised to 947 നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 14 ആണ്.